guys, once again welcome back to my YouTube channel. Parada welcome back alle. Hello guys, welcome back to Okay. ഇന്നലെ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചായിരുന്നു. ദേ ഒരുത്തൻ പാത്രത്തിൻ്റെ മേളിൽ പാല് കിട്ടണമെന്ന് പറഞ്ഞിട്ടുള്ള യുദ്ധത്തിൽ കയറിയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ക്ലീനൊക്കെ ആക്കിയിട്ട് കടന്നായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന് കഞ്ഞി ആദ്യം തന്നെ വെച്ചിട്ടുണ്ട്. ബേബിക്ക് പാലും കാഴ്ചയിട്ടുണ്ട്. അങ്ങനെ ബേബിക്ക് ഒരു പാല് കാച്ചി കൊടുത്തു. ഞാനൊരു ചായ എല്ലാം ഇട്ട് കുടിച്ചു. ഞാനിന്ന് ഒരു നേരമാണ് കേട്ടോ, ദുഃഖ വെള്ളിയാഴ്ചയും പെസഹ വ്യാഴാഴ്ചയും ഒരു നേരമാണ്. അതുകൊണ്ട് കുഞ്ഞിനെ ഇച്ചിരി ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ദുഃഖ വെള്ളിയാഴ്ചത്തെയും പെസഹ വ്യാഴാഴ്ചത്തെയും കൂടി ഞാൻ 2 ക്ലിപ്സും കൂടി യോജിപ്പിച്ചിട്ടാണ് ഒറ്റ വീഡിയോ ആക്കിയേക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, പള്ളിയിൽ പോകണം, അങ്ങനെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സാധനം വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ചൂടായതുകൊണ്ട് ഒരു ഐസ് ക്യാൻഡിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന പച്ചക്കറിയൊക്കെ ബേബി എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തരും കേട്ടോ. നല്ല മൂടാണെങ്കിൽ ആളെല്ലാ പരിപാടിയും ചെയ്തു തരും. മൂഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ എന്നാൽ ശരി, മാമ്പഴ പുളിശ്ശേരിയും തോരനും വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമരപ്പയറൊക്കെ നമ്മൾ അരിഞ്ഞ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമരപ്പയർ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ തോരൻ വയ്ക്കുന്നത്. എല്ലാ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പുറത്ത് ചീനച്ചട്ടിയും പോട്ടെ, ചട്ടിയിൽ നമ്മൾ മാമ്പഴം പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കുന്ന കണക്ക് തന്നെ. ഇനി നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ്. നന്നായിട്ട് പഴുത്ത മാങ്ങ എടുക്കുന്നു, അതിൻ്റെ തൊലി കളയുന്നു, അതിലേക്ക് 2-3 പച്ചമുളക് കീറിയിടുന്നു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഒരു അച്ച് ശർക്കര എല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ തിളയ്ക്കാനായിട്ട് വെക്കുന്നു. മാമ്പഴത്തിൻ്റെ പുളി അനുസരിച്ചിട്ടും മധുരം അനുസരിച്ചിട്ടുമാണ് കേട്ടോ നമ്മൾ ശർക്കര ചേർക്കുന്നത്. പിന്നെ അത് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരപ്പുണ്ടാക്കുന്നു. അരപ്പിന് നമ്മൾ തേങ്ങ ചുരണ്ടിയെടുക്കുന്നു, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, അരച്ച കൂട്ട് നമ്മൾ തിളച്ച് വെന്ത് വന്നിരിക്കുന്ന മാമ്പഴത്തിലേക്ക് ചേർക്കുന്നു. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി ചൂടാക്കുന്നു. പിന്നെ നമ്മൾ അരച്ച ജാറില്ലേ, മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് കട്ട തൈര് എടുത്തിട്ട് ഒന്ന് അടിച്ച് ചേർക്കുന്നു. മാമ്പഴ പുളിശ്ശേരി റെഡി. പിന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്ന കണക്ക് തന്നെ താളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വറ്റൽമുളക്, പിന്നെന്താ കുഞ്ഞുള്ളി, അതൊക്കെ എടുത്തിട്ട് മൂപ്പിച്ച് ചേർക്കുന്നു. അപ്പം ഇത് എന്താ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റെസിപ്പി വീഡിയോസ് മൊത്തം കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പള്ളിയിൽ പോകാനുള്ള സമയം അങ്ങ് പോകട്ടോ. മുട്ട പൊരിക്കാതെ എന്ത് ഊണ് അല്ലേ. അങ്ങനെ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്ന കണക്ക് തന്നെ, അത് പ്രത്യേകിച്ച് അതുകൊണ്ടൊന്നും പറയാനില്ല. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ട ഞാൻ പൊരിക്കുന്നത് എങ്ങനെയാണ്. അങ്ങനെ മുട്ടയും കൂടി പൊരിച്ചു. അങ്ങനെ നമുക്ക് എന്താ പറയണ്ടേ, അമരപ്പയർ തോരനായി, മാമ്പഴ പുളിശ്ശേരിയായി, മുട്ട പൊരിച്ചതും കൂടിയായി. ഇനി എന്ത് വേണം? അടിപൊളി സൂപ്പ്. എന്താ പറയണ്ടേ, ചോറുണ്ടെന്ന കാര്യം ഞാനെന്താ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കങ്ങനെ സെപ്പറേറ്റ് പാത്രങ്ങൾ എടുത്ത് വെച്ചിട്ട് വേറെ കറിയൊക്കെ എടുത്ത് വെച്ച് കഴിക്കുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാം കൂടി ഒരു പാത്രത്തിലിട്ടിട്ട് ഒരിളക്ക് ഒരു കഴിക്കില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ പാത്രത്തിലാണെങ്കിൽ അവനെല്ലാം സെപ്പറേറ്റ് വേണം. ഞാൻ പറഞ്ഞല്ലോ, മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു, മുട്ട പൊരിച്ചതുണ്ടായിരുന്നു, പിന്നെ കുറച്ച് അമരപ്പയർ തോരനുണ്ടായിരുന്നു. ചോറ് കൊടുക്കുമ്പോഴത്തേക്ക്, ഫുഡ് കഴിക്കുമ്പോഴത്തേക്കൊക്കെ ബേബി പ്രാർത്ഥിക്കും കേട്ടോ. ഞാനുണ്ടാക്കിയ ഫുഡ് കുഞ്ഞായിക്കോട്ടെ ആര് കഴിച്ചാലും അവരുടെ വായിൽ നിന്ന് ഒരഭിപ്രായം, ഫസ്റ്റ് നമ്മൾ വായിലോട്ട് ഒരു ഉരുളെടുത്ത് വെക്കില്ലേ, അത് വെച്ചിട്ട് ഒരഭിപ്രായം കിട്ടണം വരെ എനിക്കൊരു സമാധാനമില്ല. കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നൊക്കെ എന്ത് അഭിപ്രായം കിട്ടാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉള്ളതുപോലെ എൻ്റെ ചെറുത് പറയും കേട്ടോ. കൊള്ളുമെങ്കിൽ കൊള്ളൂന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. അങ്ങനെ 4 മണിക്കത്തെ ചായയും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പള്ളിയിൽ പോയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിന്നപ്പോൾ എനിക്ക് ബേബി വീഡിയോ ഒക്കെ എടുത്തു തന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പുത്തമ്പള്ളിക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ പുത്തമ്പള്ളിയിലെത്തി. പുത്തമ്പള്ളിയിൽ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് കുറേ നമുക്ക് കാണാൻ പറ്റി, സെറ്റിങ്സൊക്കെ കാണാൻ പറ്റി. കുരിശുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ലീവാപ്പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള നോട്ട്ബുക്സ് അങ്ങനെയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബേബിക്ക് ചെറിയ സ്നാക്സൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ പള്ളിക്കകത്തോട്ട് കയറി. പള്ളിക്കകത്ത് അങ്ങനെ അധികം ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് നേരത്തെ ആയെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പള്ളിക്കകത്ത് കയറിയിരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. അമ്മാനം വായന നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്.
അമ്മാനം വായന നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. മനസ്സിലായാലും ഇല്ലെങ്കിലും അത് വായിക്കുന്നതിൻ്റെ ആ ഒരു സ്റ്റൈലാണോ എന്തോ എനിക്കറിയില്ല. എനിക്ക് കുറച്ച് നേരം അത് കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കണ്ണ് നിറഞ്ഞ സെൻറ്റിമെൻ്റലായി പോകും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഒരു 5:30 ആയിട്ടോ നമ്മുടെ പുത്തൻപള്ളിയിൽ നിന്ന് ശ്ലീവാപാത സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ലൈൻ അനുസരിച്ചിട്ട് ഓരോ ആൾക്കാരും നിൽക്കുന്നുണ്ട്. അച്ഛന്മാർ മുംബൈയിലെ അച്ഛന്മാർ ആദ്യം കുരിശാണ് പോയത്. കുരിശും ഒരു ടാബ്ലോയും പോയി. അതിനുശേഷം അച്ഛന്മാർ, അതിനുശേഷം വിശ്വാസികൾ, പിന്നെ ബാക്കിലാണ് ഈശോയുടെ കടത്തിയിട്ടുള്ള രൂപം പോകുന്നത്. അപ്പോൾ ഞാനും കുഞ്ഞും കൂടി സൈഡിൽ മാറി നിന്ന് കാണുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പോയില്ല, ശ്ലീവാപാതയ്ക്ക് പോയില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് എനിക്ക് 8-ൻ്റെ പണി കിട്ടിയതാണ്. ഇവനെ എടുക്കാൻ പറയും. ഒരു 5-10 മിനിറ്റ് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അവന് വയ്യ, കാലുവേദനയാണെന്നൊക്കെ പറഞ്ഞ് എടുക്കാൻ പറയും. അതുകൊണ്ട് ഞാൻ ശ്ലീവാപാതയ്ക്ക് പോയില്ല കേട്ടോ. ഭാരം ചുമക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവേ, നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് വീടിൻ്റെ അടുത്തൂടെ നമ്മുടെ പള്ളിയിലെ ശ്ലീവാപാത പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് നോക്കി നിന്നു. എന്തുകൊണ്ടാണ് ഞാൻ പുത്തൻപള്ളിയിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു തൃപ്തിയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഹെലൻ സൈനിങ് ഓഫ്. ബൈ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. കൂടെ കമൻറ്റും കൂടി ഇട്ടേക്കണേ.